ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏറെ വിഷമിപ്പിക്കുന്നതും അതേസമയം നമുക്ക് പ്രതീക്ഷ തരുന്നതുമായ ഒരു വാർത്ത ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ മുഖം നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ഈ അടുത്തിടയ്ക്ക്. കാരണം ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. ജോയ്സ് തോമസ് എന്ന 34-കാരൻ നമ്മുടെ കേരളത്തിലെ കമ്പംമേട്ട് എന്ന സ്ഥലത്തിൽ നിന്നും അയർലൻഡിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആളുടെ ഭാര്യയും 2 കുട്ടികളും ഉള്ള ഒരാളാണ് കേട്ടോ. രണ്ടാമത്തെ വാവ ജനിച്ചിട്ട് 2 months എന്തോ ആയിട്ടേ ഉള്ളൂ. അത്രയും ഇപ്പം മൂത്ത ആൾക്ക് 2 വയസ്സ്. ഡിസംബർ 19 ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയുകയായിരുന്നു. അതായത് ഒരു നല്ല മഴ പെയ്ത ഒരു സമയമായിരുന്നു. അപ്പം വണ്ടി ഓടിച്ചു പോയ സമയത്ത് സ്കിഡായതാണ്. ഏറ്റവും വിഷമമുള്ളൊരു വാർത്തയാണ് നമ്മളിത് അറിഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ കുടുംബത്തോടൊപ്പം എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് ഏറ്റവും പ്രതീക്ഷ തരുന്നതും മനസ്സിന് കുളിർമ തരുന്ന ഒരു വാർത്ത ഞാൻ കണ്ടത്. ഇദ്ദേഹം അയർലൻഡിലാണ് താമസിക്കുന്നത്. അയർലൻഡിൽ കോണ എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് സന്മനസ്സുകൾ ഒരുമിച്ച് വന്ന് ഒരു കാര്യം ചെയ്തു. ഗോ ഫണ്ട് മീ എന്നാണ് ഈ ഒരു പേജിന്റെ പേര്. കാണാനല്ലേ, ഗോ ഫണ്ട് മീ. ഈ ഗോ ഫണ്ട് മീ എന്ന് പറയുന്നൊരു പേജ് ഇവരാണ് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കിയതിന്റെ ഒരു പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരികയും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫ്യൂണറൽ എക്സ്പെൻസസും പിന്നെ ഈ 2 കുട്ടികൾ കുഞ്ഞു കുട്ടികളാണല്ലോ, അവരുടെ ഭാവി പഠിത്തവും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ട എക്സ്പെൻസ് ജനറേറ്റ് ചെയ്യാന്നുള്ള ഒരു സന്മനസ്സോട് കൂടിയാണ് ഇത് ആരംഭിച്ചത്. നമ്മൾ പലരും ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഒക്കെ തുടങ്ങാറുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അവിടെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച എമൗണ്ട് ഇതുവരെ എത്രയെന്ന് ചോദിച്ചാൽ 1,03,000 യൂറോ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 1 കോടിക്കപ്പുറം രൂപയാണ് ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്നതാണ് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം. ജാതി മത ഭേദമില്ല, പൊസിഷൻ ഇല്ല, സൊസൈറ്റിയിൽ ഏത് തട്ടിൽ നിൽക്കുന്നവരെന്നില്ല. ഇതിനകത്ത് ഡൊണേഷൻസ് നോക്കുകയാണെങ്കിൽ ചിലർ 10 യൂറോ കൊടുത്തവരുണ്ട്, 20 യൂറോ കൊടുത്തിട്ടുള്ളവരുണ്ട്, 25 യൂറോ കൊടുത്തിട്ടുള്ളത്, 200 യൂറോ കൊടുത്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിനൊരു വ്യത്യാസമില്ല. 1 യൂറോ എങ്കിൽ 1 യൂറോ കൊടുത്ത് സഹായിക്കണമെന്ന മനസ്സ് നമ്മുടെ ലോകത്ത് ഇന്നും ഇത്രയും നല്ല മനസ്സുള്ള ഇത്രയധികം ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഉള്ളൊരു ആശ്വാസം, അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഏറെ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ശരിയാണ്, ഈ ഒരു കുടുംബത്തിനോടൊപ്പം ഇപ്പം എത്ര പണം കിട്ടിയാലും അവർക്ക് അതൊന്നും അവരുടെ നഷ്ടം അതിലൂടെ ഒന്നും നമുക്ക് നികത്താനാവില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ അവർക്ക് ഈ ഒരു തുക എന്ന് പറയുന്നത് എന്ത് വലിയൊരു ആശ്വാസമാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ഡൊണേഷൻസ് പോസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഇനി അവർക്ക് ആവശ്യമുള്ള തുക കിട്ടിയതുകൊണ്ടാണോ എന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ പേജിലേക്ക് പോയാൽ മതി, ഗോ ഫണ്ട് മീ എന്ന് പറയുന്ന പേജിലേക്ക് പോയാൽ മതി. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് ഈ പറയുന്ന പണം, പദവി, പ്രശസ്തി, നമ്മുടെ വീടിൻ്റെ ഒരു വലിപ്പമോ അല്ലെങ്കിൽ എത്ര വാഹനങ്ങൾ നമ്മുടെ ഗാരേജിലുണ്ട് അല്ലെങ്കിൽ കാർ ഷെഡിലുണ്ട് എന്നതിന് ഒക്കെ ഉപരി ഇത്തരത്തിലുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്താ പറയുക റിച്ചാണ്, വി ആർ ഓൾ വെൽത്തി എന്നൊക്കെ നമ്മൾ പല പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നമുക്കത് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ്. ശരിക്കും ഈ ഒരു അവസരത്തിൽ ആ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ആ കുടുംബത്തോടൊപ്പം നിന്നതിന് മാത്രമല്ല, ഞങ്ങൾക്കേവർക്കും ഈ വാർത്ത അറിയുന്ന ഓരോരുത്തർക്കും ഏറെ പ്രതീക്ഷ തന്നതിനും ഒരുപാട് നന്ദി.